ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു റിക്വസ്റ്റ് ആയിട്ടുള്ള റീഡിംഗ് തന്നെയാണ്. നമ്മൾ സാധാരണയായിട്ട് ഫീലിങ്സ്, സിറ്റുവേഷൻസ് അല്ലാന്നുണ്ടെങ്കിൽ ഫ്യൂച്ചർ എല്ലാം നോക്കാറുണ്ട്. റീകൺസിലേഷൻ കിട്ടുമോ എന്നുള്ളത് നോക്കാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഒരു സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ സാഹചര്യം എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ഇൻറ്റിമേറ്റ് ആയിട്ട് പോകാനുള്ള ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവുമോ എന്നുള്ളതാണ്. അപ്പോൾ ഇത് തികച്ചും ഒരു ജനറൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊരു ഗൈഡൻസായി എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വിട്ടുകളഞ്ഞേക്കുക. അപ്പോൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വളരെ പോസിറ്റീവായിട്ട് അവരെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ സ്പ്രെഡ്. ഇവിടെ നമുക്ക് ഏഞ്ചൽസ് തരുന്ന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അവസാനം നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ട് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു എനർജി എങ്ങനെയാണ്, ഓവറോൾ ഈ ഒരു പേഴ്സൺ എങ്ങനെയാണെന്നുള്ളതാണ്. അതിനുശേഷം നിങ്ങൾക്കൊരു സ്ട്രോങ് ബോണ്ടിങ് ആയിട്ട് ഈ ഒരു പേഴ്സൺ വരുമോ എന്നുള്ള കാര്യത്തിലേക്ക് പോവാം. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു വ്യക്തി എന്ന് പറയുന്നത് വളരെ കെയർലെസ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ടാണ്. ദാറ്റ് മീൻസ് ഈ ഒരു വ്യക്തി വളരെ ലേസി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് ഇവർക്ക് ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കാൻ കുറച്ചൊരു മടിയുള്ള ഒരു പേഴ്സൺ, റെസ്പോൺസിബിലിറ്റീസൊക്കെ പെട്ടെന്ന് അങ്ങനെ തലയിലേറ്റുന്ന ഒരു വ്യക്തിയല്ല. അങ്ങനെ ഇനിയിപ്പോൾ അഥവാ ആ ഒരു തരത്തിൽ അവർക്ക് മുന്നോട്ട് പോകേണ്ടി വന്നു കഴിഞ്ഞാലും ഭയങ്കരമായിട്ട് ഫെഡപ്പായി പോകുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ എനർജി പോലെ തന്നെ പോകുന്ന പോലെ പോട്ടെ എന്നുള്ള ഒരു രീതിയിൽ പോകുന്ന ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. മാനസികമായിട്ട് അവർക്ക് പല കാര്യങ്ങളും ഏറ്റെടുക്കാനുള്ള ഒരു മടി, അല്ലാന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് അവരുടെ കാര്യങ്ങൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ വളരെ താല്പര്യമുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം. അതായത് ആ ഒരു സെൽഫ് കെയറിനൊക്കെ ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കാം. എപ്പോഴും വളരെയധികം ഹാപ്പി ആയിട്ടല്ലെന്നുണ്ടെങ്കിൽ അവർ കംഫർട്ടബിൾ ആക്കുന്ന രീതിയിൽ ആ ഒരു സേഫ് സോണിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ തന്നെയാണ്. മാത്രമല്ല ഇവരെ പല കാര്യങ്ങളിലും നമ്മളിപ്പോൾ പറഞ്ഞ് തിരുത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പം നടക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്താലോ ചൂണ്ടിക്കാണിച്ചാലോ ഒക്കെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പേഴ്സണാണ്. ചിലപ്പോൾ നമ്മളോട് തർക്കിച്ചേക്കാം, അല്ലാന്നുണ്ടെങ്കിൽ അത് അനുസരിക്കാത്ത രീതിയിൽ പോയേക്കാം. അതായത് അവർക്ക് എന്താ ശരിയെന്ന് തോന്നുന്നോ അത് മാത്രം ഓപ്റ്റ് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ അവരുടെ കൺമുൻപിൽ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കിയാലും ആ ഒരു പേഴ്സൺ തിരുത്തണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുപോലെയുള്ള ഒരു വ്യക്തി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ എടുത്തുചാട്ടം കുറച്ച് കൂടുതലായിട്ടുള്ള ഒരു പേഴ്സണാണ്. വരും വരാഴിക നോക്കാതെ ചിലപ്പോൾ പല കാര്യങ്ങളും പെട്ടെന്ന് ചാടി ചെയ്യുന്ന ഒരു സ്വഭാവം. അതുപോലെ തന്നെ മുഖസ്തുതി കേൾക്കുക, അവർക്കൊരു അപ്രിസിയേഷൻ കിട്ടുക, ഇതൊക്കെ വലിയൊരു സംഭവമായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. ചില സമയത്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മെച്യൂറായിട്ടുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ പോലും ഒരു ചൈൽഡിഷ് നേച്ചർ ഈ ഒരു പേഴ്സൺ ചിലപ്പോൾ കാണിച്ചേക്കാം. പക്ഷേ ഇവരുടെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കൂടുതലും ആരെങ്കിലുമൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണാണ്. അതായത് ചില സമയത്തൊക്കെ ഈ ഒരു പേഴ്സണ് ഭയങ്കരമായിട്ടുള്ളൊരു സപ്പോർട്ട് വേണം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഫ്രണ്ട്സ് സർക്കിളിലായിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫാമിലിയിലായിരിക്കാം. ആ ഒരു പാമ്പറിങ് കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സണാണ്. അപ്പോൾ ഇവരുടെ ഒരു ബേസിക് നേച്ചർ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ഫീൽ ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടാവാം. അതായത് ഇവർ വളരെയധികം സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു അവസരത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവും. അല്ല ഇനി ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു മെൻ്റൽ ഹെൽപ്പ്, അല്ലാന്നുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കാര്യത്തിൽ പെട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ നിങ്ങൾ ചിലപ്പോൾ അവരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സണ് ചിലപ്പോൾ ഒരു കൊച്ചു കുഞ്ഞിന് നമ്മൾ എങ്ങനെയാണോ ചെയ്തു കൊടുക്കുന്നത് അതുപോലെയുള്ളൊരു രീതിയിൽ പല തരത്തിലുള്ളൊരു സഹായം നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണ് ചെയ്തു കൊടുത്തിട്ടുണ്ടാവാം. പക്ഷെ അവരതിൻ്റെ ഒരു ഉപകാരസ്മരണ മനസ്സിൽ സൂക്ഷിക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ അത് ഭയങ്കര സംഭവമായിട്ട് തിരിച്ച് പറയുകയൊന്നും ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരിക്കണം എന്നില്ല. സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു വ്യക്തിക്ക് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും അവരത് അപ്രീഷിയേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പോലും അംഗീകരിക്കാതിരിക്കുന്നത് നമുക്ക് വളരെയധികം വിഷമം ഉണ്ടാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് പറയുമ്പോൾ ചിലപ്പോൾ അതുപോലെയുള്ള ഒരു അപ്രിസിയേഷനും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തിരിച്ച് കിട്ടണമെന്നില്ല. നിങ്ങളിപ്പോൾ ഇവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു രീതിയിലുള്ള അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ള ആ ഒരു ഗിവ് ആൻഡ് ടേക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവണമെന്നില്ല. ഇവർ വളരെയധികം ഫ്രീഡം ലവിങ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഈ ഒരു പേഴ്സണെ കൺട്രോൾ ചെയ്യുന്നതോ അല്ലെങ്കിൽ ലിമിറ്റ് ചെയ്യുന്നതോ ഒന്നും ഈ ഒരു വ്യക്തി ഇഷ്ടപ്പെടണമെന്നില്ല. അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ പേരിൽ വഴക്കുകൾ ഉണ്ടായേക്കാം. കാരണം ഒരു തരത്തിലും ആ ഒരു അവരുടെ ഒരു ഫ്രീഡത്തിനകത്തേക്ക് കൈകടത്തുന്നത് ഒട്ടും താല്പര്യമില്ലാത്ത ഒരു പേഴ്സൺ തന്നെയാണ്. അതുപോലെ തന്നെ ചില സമയങ്ങളിലെങ്കിലും നിങ്ങളുടെ ഒരു ഇമോഷനായിട്ട് ഈ ഒരു പേഴ്സണ്
കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അതായത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തോന്നുന്നു, അല്ലെങ്കിൽ ചില ഫീലിങ്സ് ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ ഈ ഒരു വ്യക്തിക്ക് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. നിങ്ങളുടെ ഒരു ഫീലിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വിഷമാവസ്ഥ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ അത് വളരെ നിസ്സാരമാണല്ലോ, എന്തിനാണ് ഇപ്പോൾ അതിന് അത്രയും മാത്രം ടെൻഷൻ അടിക്കാനുള്ളത് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സണാണ്. ആ ഒരു പാമ്പറിങ് ചിലപ്പോൾ നിങ്ങളോടുള്ളത് വളരെ കുറവായിരിക്കും. ഈ ഒരു പേഴ്സൺ അതെല്ലാം വലിയ താല്പര്യമാണെന്നുണ്ടെങ്കിലും നമ്മൾക്ക് ഇങ്ങോട്ട് കിട്ടുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലായിരിക്കണം എന്നില്ല. ആ ഒരു കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങൾ ഒട്ടും മനസ്സിലാക്കിയിട്ടില്ല ഈ ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. അപ്പോൾ ഇത് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും, ആ ഒരു ഫാമിലി റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ചിലപ്പോൾ കുറച്ച് പുറകിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അതുമാത്രമല്ല, അതെല്ലാം വലിയൊരു ബേർഡൻ ആണ്, ആ ഒരു കുടുംബത്തിൻ്റെ ഉത്തരവാദിത്വം ആണെന്നുണ്ടെങ്കിലും ഇതെനിക്ക് സഹിച്ച് മുന്നോട്ട് പോകാനായിട്ട് കുറച്ച് ട്രബിൾ ആണെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെയധികം കുറവായിട്ടുള്ള ഒരു പേഴ്സണാണ്. കാര്യങ്ങൾ അങ്ങനെ കാലേക്കൂട്ടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കുന്ന ഒരു വ്യക്തി എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമ്മൾ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ, പോണ പോലെ പോട്ടെ എന്നുള്ളതാണ്. അതായത് ഈ ഒരു പേഴ്സൺ നമ്മൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കൂടുതലും പ്രസൻറ്റിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് അങ്ങനെ ഭാവിയെക്കുറിച്ച് ഭയങ്കരമായിട്ടുള്ള കരുതലോ കാര്യങ്ങളോ ഒക്കെ ഉള്ള ഒരു പേഴ്സൺ അല്ല. അപ്പം എങ്ങനെയാണോ ഉള്ളത് അത് വളരെ സന്തോഷമായിട്ട് പോകണം, അല്ലാന്നുണ്ടെങ്കിൽ അതിനകത്ത് ഈ ഒരു പേഴ്സൺ ഹാപ്പി ആയിട്ട് ഇരിക്കണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അവർക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസും കാര്യങ്ങളെല്ലാം എടുത്ത് തലയിൽ വെക്കാനായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ അല്ല. ഇവരുടെ ക്യാരക്ടറിലും ചിലപ്പോൾ അതുപോലെയുള്ളൊരു ഫ്ലക്ച്വേഷൻ കണ്ടേക്കാം. ചില സമയത്ത് നിങ്ങളോട് ഭയങ്കരമായിട്ടുള്ളൊരു സ്നേഹം കാണിക്കുക, ചില സമയത്ത് ചിലപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രീമിലേക്ക് പോകുന്ന ഒരു രീതിയിലും പെരുമാറിയേക്കാം. അതായത് അവർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ അവരത് ഓടിച്ചാടി അല്ലെങ്കിൽ പെട്ടെന്ന് എടുത്തിയാടിയൊക്കെ ചെയ്യും. അല്ല, ഇപ്പം നിങ്ങൾ പറയുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് വളരെയധികം ഡിലേ ആക്കും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ ആവട്ടെ എന്നുള്ള രീതിയിൽ അത് പോസ്റ്റ്പോൺ ചെയ്ത് പോകുന്ന ഒരു വ്യക്തിയാണ്. അവർക്ക് താല്പര്യമുള്ളൊരു കാര്യത്തിലായിരിക്കും അവർ കൂടുതലൊരു ഇൻവോൾവ്മെൻറ്റ് കൊടുക്കുക. ഇപ്പോൾ ചിലവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ നമ്മുടെ പാർട്ട്ണറെ നല്ല രീതിയിൽ തന്നെ കൺസിഡർ ചെയ്യുന്ന ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസിനും വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നവരുണ്ട്. ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് കൂടുതലും അവരുടെ കാര്യത്തിന് അല്ലെങ്കിൽ കുറച്ച് സെൽഫിഷ് ആയിട്ട് നിൽക്കുന്ന ഒരു പേഴ്സണാണ്. ഇമോഷണലി ഒന്ന് ഇവരുമായിട്ട് കണക്ട് ചെയ്യാനായിട്ടും കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ശുദ്ധനായിട്ടുള്ള വ്യക്തിയാണ്. അത് മെയിൽ ആണെന്നുണ്ടെങ്കിലും ഫീമെയിൽ ആണെന്നുണ്ടെങ്കിലും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യുന്നു പറയുന്നൊരവസ്ഥ ചിലപ്പോൾ ഇവരെ കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടായേക്കാം. ചില സമയത്ത് ഒന്നും പറഞ്ഞ് ഇവർക്ക് മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഫീലിങ്സ് മനസ്സിലാവുന്നില്ലേ, അല്ലെങ്കിൽ ഒരു ഡിസിഷൻ എടുക്കേണ്ട സമയത്താണെന്നുണ്ടെങ്കിൽ പിന്നെ ആവട്ടെ എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ കുറച്ച് ടൈം വേണമെന്നൊക്കെ പറഞ്ഞ് നീട്ടിക്കളയുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരുടെ ഒരു ബേസിക് നേച്ചർ അല്ലെങ്കിൽ ആ ഒരു ഡിസ്ക്രിപ്ഷനാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ അത് വളരെ വിസിബിളായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ നിങ്ങളുടെ സിറ്റുവേഷൻ ഏത് തരത്തിലുള്ളതാണെന്നുണ്ടെങ്കിലും ചിലവർ നോ കോൺടാക്റ്റിലായിരിക്കാം, ചിലർ കോൺടാക്റ്റ് ഉണ്ടാവാം. അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് അത്രയും ഒരു തൃപ്തി ഉണ്ടാവുന്നുണ്ടാവില്ല. അതായത് ഇവർ ഒന്ന് അവോയ്ഡ് ചെയ്ത പോലെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഒട്ടും മൈൻഡ് ചെയ്യുന്നില്ലേ എന്നുള്ള രീതിയിൽ പോകുന്നവരുണ്ടാവാം. ഓൺ ആൻഡ് ഓഫ് എന്നുള്ള രീതിയിൽ പോകുന്ന ആൾക്കാരുണ്ടാവാം. അപ്പോൾ നമ്മൾ നിങ്ങളുടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നോക്കുന്നില്ല. അപ്പോൾ ഇപ്പോഴത്തെ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിനുള്ള സാധ്യത ഇനി വരുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിലരെ സംബന്ധിച്ച് റിലേഷൻഷിപ്പിനകത്ത് ഒട്ടും ഹോപ്പില്ലാത്ത ആൾക്കാരുണ്ടാവാം. ചിലർക്ക് ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ നന്നാക്കി എടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ എല്ലാം ശരിയായിക്കോളും എന്ന് വിചാരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ തമ്മിൽ ഇനി കൂടുതലായിട്ട് ഒരു ഡെപ്തിലേക്ക് വരുമോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റക്നെസ്സിലേക്ക് വരാൻ പോകുന്നുണ്ടെന്നുള്ളതാണ്. അതായത് അവരുടെ ലൈഫിലുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം ആയിരിക്കാം, ചിലപ്പോൾ അവരുടെ ഒരു കരിയറിലായിരിക്കാം, ഫിനാൻഷ്യലി ആയിരിക്കാം, റിലേഷൻഷിപ്പിനകത്തായിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയിലായിരിക്കാം. എവിടെയാണെന്നുണ്ടെങ്കിലും ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ, അതായത് മുന്നോട്ട് പോകാനായിട്ട് ഇവർക്ക് കഴിയാത്തൊരവസ്ഥ. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവരുടെ ഒരു ക്യാരക്ടറിനകത്ത് പറഞ്ഞിരുന്നു ഈ ഒരു പേഴ്സൺ വളരെയധികം ബർഡനൊന്നും തലയിൽ കയറ്റി വെക്കാൻ താല്പര്യമില്ലാത്തൊരു പേഴ്സണാണ്. അവരുടെ ഒരു സന്തോഷത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഒരു ബ്രേക്കിംഗ് തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു സ്റ്റക്നെസ് എനർജി നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഒരു ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോകുന്നതിനുള്ളൊരു തടസ്സം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഗോയിങ് വിത്ത് ദ ഫ്ലോ ഈ ഒരു പേഴ്സൺ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് ഈ ഒരു പേഴ്സൻ്റെ എനർജി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഇവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുള്ളതാണ്. അപ്പോൾ നമുക്കിവിടെ 7 ഓഫ് വാട്ടർ എനർജിയും കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഏതോ ഒരു കാര്യം ചൂസ് ചെയ്യുന്നതിൽ അവർക്ക് പറ്റുന്ന ഒരു പാകപ്പിഴ, അല്ലാന്നുണ്ടെങ്കിൽ അവരുടെ ഒരു റോങ് ഡിസിഷനാണ് അവരെ അങ്ങനെ ഒരു സ്റ്റക്നെസ്സിലേക്ക് കൊണ്ട് നിർത്താനായിട്ട് പോകുന്നത്. അത് നമ്മൾ ഈ നേരത്തെ പറഞ്ഞ ഏത് കാര്യത്തിലും ആവാം. അവരുടെ ഒരു നമ്മൾ പറഞ്ഞ ഓൾറെഡി എടുത്തിയായിട്ടുള്ള ഒരു പേഴ്സണാണ്. ചിലപ്പോൾ റിലേഷൻഷിപ്പിലുള്ള റോങ് ചോയ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികളെ ചിലപ്പോൾ അമിതമായിട്ട് വിശ്വസിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി ചിലപ്പോൾ ഈ ഒരു പേഴ്സൺ എവിടെയെങ്കിലും പെട്ട് കടക്കണിയിലാവുന്നതായിരിക്കാം. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഒരു റോങ് ചോയ്സ് മൂലം ഈ ഒരു പേഴ്സൺ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ പെടുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് ആ ഒരു വീണെടുത്ത് നിന്ന് എണീക്കാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു
അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്കിവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു 10 ഓഫ് എയർ എനർജിയാണ്. ഈ ഒരു ഇമേജിനകത്ത് കാണുന്ന പോലെ തന്നെ ആ ഒരു ഏഞ്ചൽ, ആ ഒരു മാലാഖയുടെ ചിറകുകൾ മുഴുവൻ പൊഴിഞ്ഞു പോകുന്ന ഒരു ഇമേജാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് ഓരോരോ തൂവലുകളായിട്ട് കംപ്ലീറ്റ്ലി വിട്ടു പോകുന്ന, ഡിറ്റാച്ച് ചെയ്ത് പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വേദനയിൽ പെടയുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഒരു വളരെ പെയിൻഫുൾ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഈ ഒരു പേഴ്സണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുള്ളതാണ്. അത് മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ചതി ഈ ഒരു വ്യക്തിയുടെ ലൈഫിലേക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ അവരുടെ തന്നെ ഒരു ഡിസിഷൻ കൊണ്ട് വന്ന് പെടുന്ന ഒരു പാകപ്പിഴ തന്നെ അവർക്കൊരു വിനയായിട്ട് തീരും എന്നുള്ളതാണ്. അപ്പോൾ ആ സമയത്ത് തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി ഒരു ഹെൽപ്പ് തേടുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആരെങ്കിലും കൂടെ വേണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയായിരിക്കും. കാരണം ഇവിടെ ആ ഒരു 3 ഓഫ് എർത്ത് ആ ഒരു സപ്പോർട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സ്ട്രെങ്ത്, ഈ ഒരു പേഴ്സൺ ഒട്ടും സ്ട്രെങ്ത് ഇല്ലാത്തൊരവസ്ഥയിൽ ആ ഒരു സ്ട്രെങ്ത് ഇവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുമെന്ന് വിചാരിക്കുന്നത് നിങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഒരുപക്ഷെ ഈ ഒരു പേഴ്സൻ്റെ ലൈഫിൽ ഇത്രയും ക്രൂഷ്യലായിട്ടുള്ള ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ അത്രയും അവരെ ഒരു മാനസിക സമ്മർദ്ദത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സിറ്റുവേഷൻ ഇതിനു മുൻപ് ഉണ്ടായിട്ടുണ്ടാവണമെന്നില്ല. ഇനി ഏതെങ്കിലുമൊക്കെ തരത്തിൽ അവരെ വേദനിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാനായിട്ട് ഒരാകെ കുഴങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ഇതിനു മുൻപും ഇതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ഇവർക്കൊരു സ്ട്രെങ്ത് അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സണെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവർ എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണെന്നുള്ളതാണ്. നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമുക്കറിയില്ല. ഏത് തരത്തിലാണ്, നിങ്ങൾ പിരിഞ്ഞിരിക്കുകയാണോ, കൂടെ തന്നെ ഉണ്ടോ, എന്താണെന്നുള്ളത് അറിയില്ല. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള ഒരു സിറ്റുവേഷൻ അവരുടെ ലൈഫിലേക്ക് കടന്നു വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിറ്റുവേഷന് അവർക്കൊരു തുണയായിട്ട് അല്ലെങ്കിൽ ഒരു പില്ലറായിട്ട് അവർ തീർച്ചയായിട്ടും നിങ്ങളെ തന്നെ വിചാരിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് കടന്നു വരുള്ളൂ എന്നാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ റിലേഷൻഷിപ്പ് ഉണ്ട്, പക്ഷേ ഈ ഒരു പേഴ്സൺ വലിയ ജാടയൊക്കെ ഇട്ട് നിൽക്കുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ട രീതിയിൽ കെയർ ചെയ്യുന്നില്ല, നിങ്ങളുടെ ഒരു ഇമോഷൻസ് മനസ്സിലാക്കാത്തൊരവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ നിങ്ങളിലേക്ക് വരും എന്നുള്ളതാണ്. അത് വരിക എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്നത് പോലെയല്ല, അവരായിട്ട് തന്നെ നമ്മളൊരു കേണപേക്ഷിച്ച് വരിക, അല്ലാന്നുണ്ടെങ്കിൽ അത്രയും ആ ഒരു പ്ലീസിങ് ആയിട്ട് തന്നെയായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഇവിടെ ആ ഒരു എംപ്രസ് എനർജി കാണുന്നത് പോലെ തന്നെ ആ ഒരു ഗ്രോയിങ് അല്ലെങ്കിൽ ആ ഒരു ഡെവലപ്മെൻറ്റ് തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. ഒരുപക്ഷെ നിങ്ങളെ ഈ ഒരു പേഴ്സൺ കൺസിഡർ ചെയ്യുന്നത് അങ്ങനെ തന്നെ ആയിരിക്കാം. എന്ത് വിഷമമുണ്ടെങ്കിലും ഓടി വരാനുള്ള ഒരു വ്യക്തി, അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ എന്ത് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ മാനസികമായിട്ട് വളരെയധികം തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിലും പലരെയും കുറിച്ച് പറയാറുണ്ട്. ഏതൊരു പാദയാത്രയാണെന്നുണ്ടെങ്കിലും അതൊന്ന് വിളിച്ച് പറയാനുള്ള, അല്ലെങ്കിൽ എനിക്ക് ഇന്ന പോലെ ഒരു പ്രോബ്ലം ഉണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരാൾ ഈ ഒരു ലോകത്തുണ്ടാവുക എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ് എന്നുള്ളത്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു എനർജി അതുപോലെ തന്നെ ആയിരിക്കും. ഇപ്പം നിങ്ങളുടെ ഒരു എനർജിയിലേക്ക് നമ്മൾ പോയിട്ടില്ല, ഇവരെ കുറിച്ചാണ് നമ്മൾ നോക്കിയത് മുഴുവൻ. അപ്പോൾ എങ്ങനെയാണെന്നുണ്ടെങ്കിലും അത്രയധികം ഒരു സ്നേഹത്തോടു കൂടി, അല്ലെങ്കിൽ ഇമോഷണലി ഒരു പേഴ്സൺ നിങ്ങളോട് കൂടുതൽ കണക്റ്റ് ആവുന്ന ഒരു ടൈം പീരീഡ് ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു പൊട്ടൻഷ്യൽ ഗ്രോത്ത് നമുക്ക് വളരെ വിസിബിളായിട്ട് തന്നെ കാണാം. അപ്പോൾ നിങ്ങൾ തമ്മിൽ കൂടുതലായിട്ട് ഒന്നും കൂടി അറ്റാച്ച്ഡ് ആവാനുള്ള, അല്ലെങ്കിൽ ആ ഒരു ഇമോഷണൽ വൈസ്, ഫീലിങ്സ് വൈസ് എല്ലാം അത്രമേലൊരു ഡീപ്പ് ബോണ്ടിങ്ങിലേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളായിട്ട് ഈ ഒരു പേഴ്സൻ്റെ പുറകെ പോകുന്നതല്ല, ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങളിലേക്ക് വരുന്ന തരത്തിലാണ് ഇവിടെ ഒരു സ്ട്രോങ് ബോണ്ടിങ് കിട്ടാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മളായിട്ട് ഒരു വ്യക്തിയുടെ പുറകെ നടന്ന്, അല്ലെങ്കിൽ ചിലപ്പോൾ ഇമോഷണൽ ബ്ലാക്ക് മെയിലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ട് നമ്മളെ ഒന്ന് ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ എനിക്ക് നിങ്ങളില്ലാതെ പറ്റില്ല, അതുകൊണ്ട് തിരിച്ചു വായോ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചിട്ട് ഒരാൾ വരുമ്പോഴത്തേക്കും അവിടെ ഒരു സിമ്പതി പുറത്ത് വേണമെങ്കിൽ വരാം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലാക്ക് മെയിലിംഗ് പേടിച്ചിട്ട് വരാം, ഏത് തരത്തിലാണെങ്കിലും ആവും. പക്ഷെ അവിടെ ഒന്നൊരു ഫുൾഫിൽമെൻ്റ് ഉണ്ടാവില്ല. അതേസമയം നമ്മൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളെ മനസ്സിലാക്കി അല്ലെങ്കിൽ നമ്മളിലേക്ക് ഓടി വരുമ്പോൾ അവിടെ ആ ഒരു ഫുൾഫിൽമെൻ്റ് എന്ന് പറയുന്ന ഫാക്ടർ വളരെയധികം മുകളിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയായിട്ട് തന്നെ ചിലപ്പോൾ ബെഗ് ചെയ്ത് നിങ്ങളുടെ പുറകെ വരിക എന്ന് പറയുന്ന പോലെയുള്ള ഒരു ഇൻസിഡൻറ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടാവും എന്നുള്ളതാണ്. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിലേക്ക് വീണ്ടും ഈ ഒരു ബന്ധം മുന്നോട്ട് പോകുന്നതായിട്ട് തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഒരു സ്ട്രോങ് ബോണ്ടിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഉണ്ടാവുമോ എന്ന് പലരും കമൻസിൽ ചോദിച്ചൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു റീഡിങ് എടുത്തത് പോലും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്ട്രോങ് ബോണ്ടിങ് ഈ ഒരു സ്പ്രെഡിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഏഞ്ചൽസിൻ്റെ മെസ്സേജ് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഇൻസ്ട്രക്ഷൻസ് എന്തൊക്കെയാണ്, ഗൈഡൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഫസ്റ്റ് കാർഡ് എന്ന് പറയുന്നത് റിമെയിൻ പോസിറ്റീവ് എന്നുള്ളൊരു എനർജിയാണ്. നിങ്ങൾ വളരെ സ്ട്രെസ്ഫുള്ളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ടെൻഷനിൽ പോകുന്ന ഒരവസ്ഥയായിരിക്കാം, ഒരു ഹോപ്പില്ലാത്ത അവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ പോസിറ്റീവായിട്ട് ഇരിക്കൂ എന്നുള്ള ആ ഒരു മെസ്സേജാണ് നിങ്ങൾക്ക് തരുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് കാർഡ് എന്ന് പറയുന്നത് നോട്ട് ദ റൈറ്റ് ടൈം എന്നുള്ളതാണ്. അതായത് ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിലുള്ള കാര്യമാണ് നോക്കുന്നത്, ഈ ഒരു സ്പ്രെഡ് ബേസ് ചെയ്തിട്ടാണ് നമുക്കിവിടെ വന്നിരിക്കുന്ന ഓരോ മെസ്സേജ് ആയിക്കോട്ടെ, എനർജീസ് എല്ലാം കിട്ടിയിരിക്കുന്ന ആ ഒരു തരത്തിലാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്കുള്ള റൈറ്റ് ടൈം അല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്.
ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ളൊരു സ്ട്രോങ് ബോണ്ടിങ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു റീകൺസിലേഷൻ ആയിരിക്കാം, ഇതൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് അതിനെ പറ്റിയ കറക്റ്റ് സമയമല്ല, നോട്ട് ദ റൈറ്റ് ടൈം എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് ലിസൺ ടു യുവർ ഇൻറ്റ്യൂഷൻ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഇൻറ്റ്യൂഷന് ഈ ഒരു റിലേഷൻഷിപ്പിനകത്ത് വലിയൊരു പങ്കുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളെ മനസ്സിലാക്കിപ്പിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് വിട്ട് കളയരുത്. അത് തീർച്ചയായിട്ടും നിങ്ങളെ മുഖവിലേക്ക് എടുക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ എന്താണോ അത് കറക്റ്റ് ആണെന്നാണ്. ഇനി നെക്സ്റ്റ് കാർഡ് എന്ന് പറയുന്നത് വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ് എന്നുള്ളതാണ്. അതായത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് എന്താണോ ആഗ്രഹിച്ചിരിക്കുന്നത് അത് അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഒരു നോട്ട് ദ റൈറ്റ് ടൈം വന്നു. ഇപ്പോൾ പ്രസൻറ്റിലല്ല നിങ്ങൾക്ക് ആഗ്രഹിച്ച ആ ഒരു കാര്യം നടക്കാൻ പോകുന്നത് അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എന്നുള്ളതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ലാസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ട്രസ്റ്റ് എന്നുള്ളൊരു എനർജിയാണ്. അപ്പോൾ ആ ഒരു ട്രസ്റ്റ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യൂണിവേഴ്സിനെ ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏത് എനർജിയാണോ നിങ്ങൾ വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ ആരോടാണോ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പറയുന്നത് അവിടെ ട്രസ്റ്റ് ചെയ്യുക, വിശ്വസിക്കുക. വിശ്വാസം എന്ന് പറയുന്നതാണല്ലോ അല്ല. അപ്പോൾ ആ ഒരു വിശ്വാസമില്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ തീർച്ചയായിട്ടും ട്രസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്ട്രോങ് ബോണ്ടിങ്ങിൻ്റെ കാര്യമാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നതും വിത്തിൻ ദ നെക്സ്റ്റ് ഫ്യൂ മന്ത്സ്, അടുത്ത കുറച്ച് മാസങ്ങൾക്കുള്ളിൽ എന്നുള്ള ഒരു എനർജിയാണ്. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി എടുത്ത് നോക്കാം. കാരണം ഇവിടെ നിങ്ങളുടെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനും നിങ്ങളുടെ എനർജി ഒന്നും വന്നിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി നിങ്ങൾക്കൊന്ന് റെസനേറ്റിംഗ് ആവുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് ക്ലൂസിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് ക്ലൂ എന്ന് പറയുന്നത് മെയ് മന്താണ്. ലെറ്റർ പി, നമ്പർ 23, മലപ്പുറം ഡിസ്ട്രിക്റ്റ്. നമ്പർ 4, ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റ്. July month, letter M, letter S, ചതയം നക്ഷത്രം. നമ്പർ 22, letter O, ചോതി നക്ഷത്രം. തിരുവോണ നക്ഷത്രം. നമ്പർ 19, letter G, letter N, letter Y, June month. Number 10, Virgo zodiac sign, Aries zodiac sign, and last one Pisces zodiac sign. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കിന്ന് ഇവിടെ ക്ലൂസ് ആയിട്ട് വന്നിരിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ള എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല സ്ട്രോങ് ബോണ്ടിങ്ങിന് വേണ്ടിയിട്ട്, ആ ഒരു സ്ട്രോങ് റീകൺസിലേഷന് വേണ്ടിയിട്ടൊക്കെ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അതിനായിട്ടും ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.